പാലുവായ കർത്താവ് സാവകാശം നൽകിയത് ഓർത്തുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിളംബരത്തിന്, ദൈവവചനത്തിൽ നിന്നുള്ള ഒരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്ന് അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരോടും വിശ്വാസ സമൂഹത്തോടുമുള്ള എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഇത്തവണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ ജെയിംസ് ഗോപാൽ, എനിക്ക് ഏറെ ആത്മബന്ധമുള്ള ദൈവഭൃത്യന്മാർ, വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ എൻ കെ ഐസക് പാസ്റ്റർ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മീറ്റിങ്ങുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ കടന്നു വരികയും മറക്കാൻ കഴിയാത്ത ആത്മബന്ധത്തോടെ ഒരുമിച്ച് സ്മരിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ ദൈവഭൃത്യനുമായി നൽകിയിട്ടുള്ള ബന്ധങ്ങളെ ഞാൻ കർത്തൃസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രി ആരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ആർക്ക് കൊടുക്കാനാണ് നാം എത്തിയിരിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനെ ഭരിച്ചാൽ നമുക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ഈ രാത്രി ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ കർത്താവിനോട് പ്രതികരിക്കുന്ന രാത്രിയാകണം. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്തൃസാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്ന ദൈവമക്കൾ എത്ര പേരിവിടെയുണ്ട്? ആ വചനം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് ശബ്ദം ഉയർത്തി ഈ വചനത്തിനായി, ഈ വചനത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ആത്മനിയോഗത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. ഞാനൊരു വസ്തുത പറയാം. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾ കളന്നു കുറിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി ഇതിൻ്റെ പുറകിലുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവകൃപ വ്യാപരിക്കാതിരിക്കത്തക്ക വിധം നിന്റെ ഏകാഗ്രതയെ തകർത്ത് കളയേണ്ടതിന്, നിന്റെ വാഗ്ദത്തത്തെ ഉടച്ചു കളയേണ്ടതിന് വാദിക്കുന്ന അദൃശ്യ ശക്തികൾ ഇതിൻ്റെ പുറകിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റിയിട്ട് കർത്താവിൻ്റെ കരം കത്തി തൊടാതെ ചില വ്യക്തികളെ ശസ്ത്രക്രിയ ചെയ്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ അടയാളത്തോടെ വെളിപ്പെടുത്താൻ തേജസ്സോടെ യേശു ഇതിനകത്തുകൂടി ഉലാവുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ കർത്താവിനോട് പ്രതികരിക്കുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ആരാധന ഉയരണം. കാരണം ഇവിടെ വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ സാന്നിധ്യമാണ് ഈ പരസ്യ സ്ഥലത്ത് വേർപെട്ട ദൈവമക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ തിരുസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രത്തോടെ പ്രതികരിക്കുക. ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ, നാളെ നടത്താൻ പിശാച് നിന്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാൻ അധികാരമുള്ളവൻ്റെ കരമാണ് ഈ ഗ്രൗണ്ടിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഈ വചനത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഞാൻ കണ്ണുകൾ ഉയർത്തി കാണുന്നു. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ച് നിൽക്കുകയാണ്. മനുഷ്യൻ്റെ കൈ തൊടാതെ തന്നെ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ കരസ്പർശനത്താൽ ചില വ്യക്തികളുടെ കടുങ്കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഈ വചനത്തിൻ്റെ നടുവിൽ ശക്തമായ ദൈവിക ക്രിയ ദൈവാത്മാവ് നടത്തുന്ന രാത്രിയാണ്. ദൈവജനം ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും മനുഷ്യഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്നതുമാണ്. ഓർക്കുക, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ തിരുവെഴുത്ത് ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്.
ബുദ്ധമതഗ്രന്ഥം, ജൈനമതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന് തെളിയിപ്പാൻ തീവ്ര പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം, ഇത് എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? ഓർക്കുക, ഈ ഭൂമിയിലെ സകല മതങ്ങളുടെയും നിലനിൽപ്പ് സ്ഥാപകരുടെ ആശയങ്ങളിലാണ്. ബുദ്ധമതത്തിൻ്റെ നിലനിൽപ്പ് ബുദ്ധൻ്റെ ആശയത്തിലാണ്. ജൈനമതത്തിൻ്റെ നിലനിൽപ്പ് ജൈനൻ്റെ ആശയത്തിലാണ്. സിഖ് മതത്തിൻ്റെ നിലനിൽപ്പ് ഗുരുനാനാക്കിൻ്റെ ആശയത്തിലാണ്. ഇസ്ലാം മതത്തിൻ്റെ നിലനിൽപ്പ് മുഹമ്മദ് നബിയുടെ ആശയത്തിലാണ്. സ്ഥാപകർ മരിച്ചു മൺമറഞ്ഞാലും അവർ സ്ഥാപിച്ച ആശയങ്ങൾ ഉള്ളിടത്തോളം കാലം ആ മതങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രായന്റെ മാർഗത്തിൻ്റെ നിലനിൽപ്പ് ആ പ്രസംഗിച്ച ഒരുപിടി ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കളുടെ നിറവിൽ ആളത്വത്തോടെ ഇറങ്ങി വന്നിരിക്കുന്ന എൻ്റെ യേശു എന്ന വ്യക്തിയിലാണ്. സ്തോത്രം. ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. നമുക്കറിയാം, രാഷ്ട്രീയ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഓരോ കവലകളിൽ അനുയായികൾ ഒരുമിച്ച് കൂടും. പ്രധാന നേതാവ് സ്ഥലത്ത് വരുന്നത് വരെ അവിടൊക്കെ ഒന്ന് ചിതറി നിൽക്കുമെങ്കിലും പ്രധാന ലീഡർ സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ ഈക്കിലി പാർട്ടിയാണെങ്കിലും അവരുടെ ഒരു ആവേശം കാണേണ്ടത് തന്നെയാണ്. ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല, വാഗ്ദത്ത പ്രകാരം യേശുവാണ് ഇതിനകത്ത് എത്തിയിരിക്കുന്നത് എന്ന ബോധ്യം അകത്തു ഭരിച്ചാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ അണപൊട്ടേണ്ട ആവേശം ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആവേശമല്ല. യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അഴിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, അവൻ തകർത്താൽ ദൈവത്തിന് സ്തോത്രം പണിയാൻ കഴിവുള്ള ശക്തികളില്ല. ഏത് പൈശാചിക വ്യാപാരങ്ങളുടെ കൊടിയ കടുങ്കെട്ടുകളെയും ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതലത്തിൽ അഴിച്ചെടുക്കാൻ യേശു ശക്തനാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്തിൽ മുൻപിൽ സ്തോത്രത്തോടെ പ്രതികരിക്കണം. ആരാണ് യേശു? ഓർക്കുക, കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ കാലത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ കാലിലും പാണികളിൽ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ച് കടം വാങ്ങിയ കല്ലറ 3-ാം ദിവസം തിരികെ നൽകി മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറയിച്ചുയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവിന്റെ വലത്തു ഭാഗത്ത് തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ ഈ ദൈവത്തിന്റെ ജനം നോക്കി നിൽക്കെ കൈകളിൽ ചെങ്കോൽ വഹിച്ച് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറേയനായ യേശു അവൻ 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിയവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണ്. ഇത് വിളിച്ചു പറയുന്ന യോഗമാണ് സുവിശേഷ യോഗം. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ശിരസുന്നമിപ്പിച്ചു പറയട്ടെ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, മഹാത്മാഗാന്ധി, ലോകത്തിലെ ബുദ്ധിരാക്ഷസന്മാർ ആരുമാകട്ടെ, യുഗപ്രഭാവന്മാരാരുമാകട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിന് ഇവിടെ 3 അധ്യായമേ ഉള്ളൂ.
ശ്രദ്ധിക്കണേ. 1 ജനനം, 2 ജീവിതം, 3 മരണം. ശവമടക്ക് കഴിയുന്നതോടെ അവരുടെ അധ്യായം അവസാനിച്ചു. പിന്നെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ സമകാലീനരുടെ ഓർമ്മക്കുറിപ്പുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഏത് ഡെഡ് ബോഡി കല്ലറയിൽ വെച്ചോ ആ ഡെഡ് ബോഡി തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ചരിത്രം തുടർന്ന ഒരുവനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന നസറേയനായ യേശു മാത്രമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആ വേദപുസ്തകം ഒന്ന് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചേ. എല്ലാ ദൈവമക്കളും ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ശബ്ദം ഉയർത്തി പറയണം, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഒരു പിടി ആശയങ്ങളല്ല, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് മരണത്തെ ഉയർത്തെഴുന്നേറ്റ യേശു എന്ന ആളത്വമാണ്. ഈ രാത്രി എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിരത്താനുള്ളത് ഒരുപടി തത്വചിന്തകളല്ല, കുറച്ച് ചിരിമരുന്നുകളല്ല. യേശുവിനെ കണ്ടിട്ടേ നിങ്ങൾ ഈ രാത്രി ഇവിടെ എഴുന്നേറ്റ് പോകാവൂ. അടുത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഇരിക്കുന്ന ആളിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കടുങ്കട്ടഴിക്കാൻ യേശു ഈ രാത്രിയിൽ ശക്തനാണ്. അതുകൊണ്ട് ഈ രാത്രി കരങ്ങളൊന്ന് ഉയർത്തി വീശിക്കൊണ്ട് ശബ്ദം ഉയർത്തി പറയാം, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. സകലത്തിന്റെയും കേന്ദ്ര ബിന്ദു നസറേയനായ യേശുവാണ്. 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരൂശലേം ദൈവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ച നിലവിളക്ക് പോലെയാണ് ദൈവത്തിന്റെ വചനം. നിലവിളക്കിന് നിലത്ത് വയ്ക്കുന്നതിനാൽ നിലവിളക്കെന്നും, തങ്കം കൊണ്ടുണ്ടാക്കിയതിനാൽ തങ്കവിളക്കെന്നും, കവരമുള്ളതിനാൽ കവരവിളക്കെന്നും പറയുന്ന നിലവിളക്ക് ദൈവവചനത്തിന് നിഴലാണ്. ശ്രദ്ധിക്കൂ, ഈ നിലവിളക്കിന് നടുക്കുകൂടെ ഒരു വിളക്ക് തണ്ടുണ്ട്. ഇതിന് അങ്ങോട്ട് ഇടത്തുവശത്തോട്ട് 3 ശാഖകളുണ്ട്, ഇതിന് വലത്തുവശത്തോട്ട് 3 ശാഖകളുണ്ട്. നടുവിലൂടെ നിൽക്കുന്ന ഒരു വിളക്ക് തണ്ടുണ്ട്. ഇതുപോലെയാണ് വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഇതിന് പഴയ നിയമത്തിലേക്ക് 3 ഉൾപ്പിരിവുകളുണ്ട്, ഇതിന് പുതിയ നിയമത്തിലേക്ക് 3 ഉൾപ്പിരിവുകളുണ്ട്. ഇതിന് നടുവിൽ നിൽക്കുന്ന ഒരു വിളക്ക് തണ്ടുണ്ട്. പഴയ നിയമത്തിലെ ചരിത്രവും ഉപദേശവും പ്രവചനവും, പുതിയ നിയമത്തിലെ ചരിത്രവും പ്രവചനവും ഉപദേശവും മുഴുവൻ ദൈവവചനമാകാൻ കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് അരുളി ചെയ്ത നസറേയനായ യേശു എന്ന വിളക്ക് തണ്ട് ഇതിന് നടുവിൽ നിന്ന് കത്തി ജ്വലിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ നസറായനെ ഉയർത്തുന്നു. അവന് പകരം വെക്കാൻ ചരിത്രത്തിൽ ഒരുവനുമില്ല. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുന്ന രാത്രിയാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. വളരെ വേഗം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ നിയോഗം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ലൂക്കോസിന് ശേഷം 8-ാം അധ്യായം, അതിന് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. വായിച്ചാൽ, ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിനായി അടുക്കൽ ചെന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. വായിച്ചാട്ടെ. അവ അമർന്ന ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് ആഴത്തിൽ പതിയണം. ഓർക്കുക, ഇത് ഗ്രഹിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കേണ്ടതിനായി ഒരു നിമിഷം കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരും
എൻ്റെ മുൻപിൽ സ്തോത്രത്തോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനവും കരങ്ങൾ ഉയർത്തി ഇങ്ങനെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. നിത്യത നഷ്ടപ്പെടത്തക്ക വിധത്തിൽ ഇരുട്ടിൻ്റെ ശക്തികൾ ബന്ധിച്ചൊതുക്കിക്കൊണ്ട് നരകത്തിലേക്ക് യാത്രയാകുന്ന ചില പ്രിയപ്പെട്ടവരുടെ കെട്ടഴിച്ച് അവരെ ഈ രാത്രിയിൽ വചനം സ്വതന്ത്രമാക്കുന്ന രാത്രിയാകേണ്ടതിന് ഇരിക്കുന്ന ഇരിപ്പിൽ ശക്തമായി ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മുൻപോട്ട് നീങ്ങാൻ കഴിയാതെ അടച്ചു വച്ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളുടെ നുഖങ്ങളെ തകർത്ത് ഈ വചനത്തിൻ്റെ മുൻപിൽ ചില പ്രിയപ്പെട്ടവർ ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ. നിന്റെ കരം അതിന്മേൽ ഉയരാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ശ്രദ്ധിക്കണേ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രത്യേക ചരിത്ര ഭാഗമാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമായ ഗലീല കടൽ. ആ ഗലീല കടലിൻ്റെ അക്കരെ കരയിലേക്ക് യേശു കടന്നു പോകാൻ ഒരു പ്രത്യേക താല്പര്യം കാണിക്കുകയാണ്. ബത്സൈദ പുൽത്തകിടിയിൽ പന്തിയും പാനവും വിളമ്പുന്ന ഒരു മഹത്തായ ശുശ്രൂഷയുടെ നൂറുകണക്കിന് ആളുകളുടെ നടുവിലെ 5000-ഓളം വരുന്ന ഒരു ജനതയുടെ നടുവിലെ തിരക്കുകൾക്ക് മധ്യത്തിൽ നിന്നും അന്തർഗതം പോലെ യേശു പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ആരാണ് അക്കരയുള്ളത്? ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടും ഉരുമ്മി ഉടച്ച് മരണം കൊതിച്ച് സമയമാകുന്നതിന് മുൻപ് കല്ലറയിലെത്തി മരണദൂതന്റെ ആഗമനം കാത്തു കഴിയുന്ന ജീവച്ഛവമായ ഒരു ഭൂതബാധിതനാണ് അക്കരയുള്ളത്. ഞാനൊരു ദൂത് ഇവിടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ നടുവിലെ ദൗത്യത്തെക്കാൾ ദാഹിക്കുന്ന വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളി തിരിച്ചറിയുന്ന യേശു ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് ജനക്കൂട്ടമല്ല വലുത്, ഇരുന്ന ഇരിപ്പിൽ നിലവിളിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടോ? നിന്റെ ആവശ്യഭാരത്തിന് വേണ്ടി ഇടപെടാൻ എൻ്റെ യേശുവിൻ്റെ കാലുകൾ നിന്നെ തേടി എത്തുക തന്നെ ചെയ്യും. നിന്റെ ബന്ധനം അഴിക്കാൻ യേശുവിൻ്റെ കരം ചലിക്കും. അത് ഇന്ന് രാത്രി തന്നെ സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുമായി പടകിൽ കയറുകയാണ്. 13 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതിയുള്ള അതിശക്തമായ കൊടുങ്കാറ്റിൻ്റെ കൈക്കുമ്പിളിൽ ആടിയുലയാൻ സാധ്യതയുള്ള പടകിൽ കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പടകിനെതിരെ കൊടുങ്കാറ്റിരമ്പി ഉയർന്നു. കാറ്റിൻ്റെ കൈക്കുമ്പിളിൽ പടക് ആടി ഉലയുകയാണ്. മരണത്തെ മുഖാമുഖം കാണുകയാണ്. തണ്ട് വലിച്ചവർ കുഴയുകയാണ്. ഇതിന് നടുവിൽ നിലവിളിച്ചുകൊണ്ട് അവർ സ്തബ്ധരായി പറയുക, നാഥാ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തി, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. എൻ്റെ യേശുവിൻ്റെ അധരപുടത്തിൽ നിന്നും പെയ്തിറങ്ങിയ വാക്കിന് മുൻപിൽ കൊടുങ്കാറ്റ് പിടിച്ചു നിന്നതുപോലെ നിർത്തി. ഞാൻ പറയാം, ഇതുവരെ യേശുവിൻ്റെ രോഗശാന്തിയുടെ ദൗത്യ വിടുതലേ ഇവർ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇവൻ്റെ പ്രകൃതിയുടെ മേലുള്ള അധികാരം അവൻ കണ്ടപ്പോൾ എൻ്റെ യേശു ആരാണെന്ന് തിരിച്ചറിയാൻ കണ്ണ് തുറക്കുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവൻ സാധാരണക്കാരനല്ല. ഈ ഗ്രൗണ്ടിൽ അവൻ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ അവൻ ശക്തനാണ്. നിന്റെ കുടുംബ പടകിനെതിരെ ഉയരുന്ന ജീവിത രോഗബന്ധനങ്ങളുടെ കൊടുങ്കാറ്റിനെ പരിഹരിക്കാൻ അവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. നിന്റെ കുടുംബ പടകിനെതിരെ ഉയരുന്ന സാമ്പത്തിക തകർച്ചയുടെ കൊടുങ്കാറ്റിനെ പരിഹരിക്കാൻ ഇന്ന് രാത്രി അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നിന്റെ ജീവിത പടകിനെതിരെ ഉയരുന്ന ഏത് മാരക വിപത്തുകളെയും പരിഹരിക്കാൻ എൻ്റെ യേശു ഇന്ന് രാത്രിയിൽ ശക്തനാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് കാണുക. തേജസ് വാരി ഉടുത്തുകൊണ്ട് ഈ ഗ്രൗണ്ടിന് നടുവിൽ കൂടെ യേശു ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ അഗ്നി അകത്ത് കത്തുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, അവൻ സാധാരണക്കാരനല്ല. അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. അവൻ രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ്. അവൻ മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. അവൻ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ളവനാണ്. അവൻ ഭൂതാത്മാക്കളുടെ മേൽ അധികാരമുള്ളവനാണ്. എൻ്റെ വിശ്വാസ കണ്ണുകൾ ഉയർത്തി ഞാൻ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ ആത്മാവിൽ കാണുകയാണ്. ചില വ്യക്തികൾ അനുഭവിച്ച
പിടിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധനങ്ങളെ ഈ ഗ്രൗണ്ടിൽ അഴിച്ചു മാറ്റാൻ യേശു ഇതിന് നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ കൃപാവരങ്ങൾക്കെതിരെ, നിന്റെ ദൗത്യ നിർവഹണത്തിനെതിരെ, നിന്റെ വാഗ്ദത്ത നിവർത്തിക്കെതിരെ പൈശാചിക ശക്തികൾ അവന്റെ ആവനാഴിയിൽ നിന്ന് അഴിച്ചുവിട്ടിരിക്കുന്ന ചില മാരക വിപത്തുകളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിങ്ങളുടെ ശരീരത്തെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. കത്തി ഒരുപിടി ചാമ്പലായി മാറത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രതികൂലം കത്തി നിൽക്കുമ്പോൾ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ തേജസ് ഒരു മുൾപ്പുറപ്പിന് മീതെ ദൈവത്തിൻ്റെ തേജസ് വ്യാപരിച്ചതുപോലെയാണെങ്കിൽ ഈ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു അസാധാരണ മാറ്റം നിന്റെ ശരീരത്തിൽ പ്രതിഫലിക്കുന്ന രാത്രിയാണ്. നിന്റെ വാഗ്ദത്ത നിവർത്തിയെ ഇല്ലാതാക്കി കളയേണ്ടതിന് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ തുടങ്ങുന്നു. ആത്മകണ്ണുകൾ ഉയർത്തി കാണുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ ഈ രാത്രി പ്രതികരിക്കുന്ന രാത്രിയാകട്ടെ. ഇരമ്പി മറിയുന്ന കടൽ തിരമാലകൾക്ക് മുൻപിൽ ഒറ്റ വാക്കിൽ നിലയ്ക്ക് നിർത്താൻ അധികാരമുള്ളവൻ ഈ രാത്രി യേശുവാണെങ്കിൽ അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. 6000 ദുർഭൂതങ്ങൾ ഒരുപോലെ കുടികൊള്ളുന്ന ഒരു ഭൂതബാധിതനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ സൗഖ്യമാക്കാൻ എന്നെ യേശുവിനെ കഴിഞ്ഞെങ്കിൽ അവന് ഭൂതത്തിന്മേൽ അധികാരമുണ്ട്. അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ കല്ലറയിലേക്ക് എടുക്കേണ്ട ഒരു ഡെഡ് ബോഡി എത്താൻ യേശുവിനെ കഴിഞ്ഞെങ്കിൽ അവന് മരണത്തിന്മേൽ അധികാരമുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ചാറില്ലാത്ത ചണ്ടിയായി മാറിയ ഒരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികൾക്ക് മുൻപിൽ അവളുടെ വിറയ്ക്കുന്ന കൈ നീട്ടി തൊട്ടപ്പോൾ അവൾക്ക് രോഗശാന്തി പകർന്നവനാണ് യേശുവെങ്കിൽ അവന് രോഗത്തിന്മേൽ അധികാരമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. നാളെ രാത്രിയല്ല, ഇന്ന് രാത്രി 9:15 ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അത്ഭുത പരതന്ത്രരായി, ഇതികർത്തവ്യഥാ മൂഢരായി, സ്തബ്ധരായി, സപ്തനാടിയും സ്തംഭിച്ച മട്ടിൽ അവർ കൈകൾ മലർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇവൻ ആർ? ഈ നിൽക്കുന്നതാർ? ഇന്ന് രാത്രി പറയട്ടെ, ഇത് ആശാരിത്തച്ഛന്റെ കൊച്ചനല്ല. ഈ പ്രപഞ്ചമാകുന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരും തച്ചനായ പ്രപഞ്ച ചക്രവർത്തിയുടെ ഏകജാതനാണ്. അവനെ കാണാൻ കണ്ണ് തുറന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന രാത്രിയാകട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, ഇരിക്കുന്ന ഇരിപ്പിൽ നിലവിട്ടൊന്ന് നിലവിളിച്ചാൽ നിന്റെ വിഷയത്തിന് നടുവിൽ നിമിഷ നേരം കണ്ട് ഉത്തരം തരാൻ കഴിവുള്ള ഒരുവൻ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി തുടർന്ന് പാട്ടുപാടി സ്തോത്ര കാഴ്ചയെടുത്ത അനന്തരം യേശു ആരാണ്, അവന്റെ മഹത്വത്തെ 1, 2, 3, 4 എന്ന നിലയിൽ നാം ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, പാട്ടുപാടി സ്തോത്ര കാഴ്ചയെടുത്താണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് ദൈവവചനം സമയമുണ്ട്. പാട്ടുപാടി സ്തോത്ര കാഴ്ച എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നിയുക്തരാക്കിയ ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന കാര്യത്തിൽ സഹായിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആരും സ്പോൺസർ ചെയ്ത ഒരു യോഗമല്ല, ഒരു ശുശ്രൂഷയല്ല ഇത്. ഞാനൊരു സംഘടനയുടെ പ്രൊമോഷൻ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാനൊരു നാണമുള്ള ഒരാളല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സന്തോഷമായിട്ട് കൊടുക്കാനായിട്ട് ദൈവം നമുക്ക് അതിനുവേണ്ടി ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മുമ്പേ വിട്ടുപോയൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് മോള് പാട്ട് പാടുന്നതാണ്. ഈ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് തന്നെ ഞങ്ങളെ വളരെയധികം അക്കാര്യത്തിൽ കൈത്താങ്ങൽ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ദൈവസഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ KM ഫിലിപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മുമ്പേ പരാമർശിക്കാൻ വിട്ടുപോയി. വളരെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒത്തിരി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്താണ്. സാറിന് പ്രത്യേകമായി ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവിധ നന്ദി സ്നേഹവും സാറിന് അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സമയത്ത് സഹോദരി പാട്ട് പാടുന്ന
സ്തോത്രം. പ്രാർത്ഥിക്കാമല്ലോ. ദൈവസഭയുടെ ട്രഷറർ മുൻപിടുന്ന പ്രാർത്ഥന സഹായിക്കും. നമ്മുടെ തലവണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടത്തപ്പെടുന്ന സുവിശേഷമുഖ യോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ അങ്ങയുടെ വേലയെ സ്നേഹിച്ച് നൽകിയ ഈ നല്ല ദാനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീട്ടിയ എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം, ഇരട്ടിയായി പ്രതിഫലം നൽകി മാനിക്കണം. ഇത് ഈ കൺവെൻഷൻ്റെ ചിലവിലേക്ക് ഉപയോഗിക്കുവാൻ സ്വർഗം ഇടയാക്കണം. തുറന്നു നടക്കുന്ന വചന ശുശ്രൂഷ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ സ്വർഗം ഇടയാക്കണം. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ശക്തിയോടെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, അത്രയേ ഉള്ളൂ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിൻ്റെ ആരവം പോലെ, തകർത്ത ഇടി മുഴക്കം പോലെ സ്വർഗത്തിൽ കേട്ട ശബ്ദത്തോടെ ഇന്ന് രാത്രി നാം നമ്മുടെ രക്ഷകനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ മലർത്തിക്കൊണ്ട് അത്ഭുത സ്തബ്ധരായി ഗലീലാക്കടലിന്റെ ഓളങ്ങളിൽ ആടിയുലയുന്ന പടകിന്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്ത രക്ഷകന്റെ മുൻപിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ ആരാണിവൻ? ഇന്ന് രാത്രി പറയട്ടെ, ഇവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഒരു വ്യക്തിക്കും അവൻ്റെ മുൻപിൽ നെവിരെ നിൽക്കാൻ കഴിയുകയില്ല. അവനൊപ്പം പറയാൻ ഒരാളില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയവേദനയിൽ നിഷ്കളങ്കമായി നിലവിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം തരാൻ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുൻപിൽ പോലും നിനക്ക് വേണ്ടി ഇറങ്ങാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ ഈ രാത്രി ഉയർത്തുന്ന നസറേനായ യേശു. അവനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ശബ്ദം ഉയർത്തിപ്പറ, അവൻ സാധാരണക്കാരനല്ല. അവനൊപ്പം പറയാൻ ചരിത്രത്തിൽ ഒരുവനുമില്ല. ഒരു സാധുവായ വീട്ടമ്മ അവളുടെ കുഞ്ഞിൻ്റെ അനുഭവം പങ്കുവച്ച രംഗം ഓർക്കുന്നു. ഭർത്താവ് പാറമണ തൊഴിലാളിയാണ്, ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. ഈ സഹോദരി ഏകയായി വളരെ കഷ്ടപ്പെട്ട് തൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. വഴിവക്കിലൊരു ചെറ്റക്കൂടിലാണ് വീട്, അന്തരീക്ഷം അതാണ്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലിലെ ചെരുപ്പ്, ഷൂസ് കീറിപ്പോയി. മോൻ പറഞ്ഞു, മമ്മി എനിക്കൊരു ഷൂസ് വേണം. ഉടനെ അമ്മ പറഞ്ഞു, ഇപ്പൊ വാങ്ങിക്കാൻ പണമില്ല, ഉള്ളത് കുത്തിക്കെട്ടിക്കൊണ്ട് നടന്നാൽ മതി. എന്നാലേ ഞാൻ യേശുവിനോട് ചോദിക്കാൻ പോവുക, യേശു എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു തരും. ആ അമ്മ ഹാസ്യരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ യേശു വ്യാപൃതനായി നിൽക്കുമ്പോൾ നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് യേശുവിന് നേരം. അന്ന് വൈകിട്ട് കട്ടിലിൽ കയറിയപ്പോൾ മുട്ടുകുത്തി രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ മകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശു അപ്പച്ചാ എനിക്കൊരു ഷൂസ് വേണം, കുട്ടികളെന്നെ കളിയാക്കുന്നു. ആമേൻ. 2-ാം ദിവസം തുടർന്നു. 3-ാം ദിവസം പോയി. 3-ാം ദിവസം ഈ കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ ചെറ്റക്കുടിലിൻ്റെ വാതിക്കൽ ഒരാൾ വന്ന് മുട്ടി. തൊട്ടടുത്ത വീട്ടിലൊരു ധനാഢ്യനായ മനുഷ്യനാണ്. അയാളൊരു കവറ് കൈമാറ്റം ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ മോന് വാങ്ങിച്ച ഷൂസാ, വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോൾ ചേരത്തില്ല. നിങ്ങളുടെ മോന് വേണമെങ്കിൽ കൊടുത്തേര്, ചേരുന്നില്ലെങ്കിൽ തിരിച്ചു തന്നേര് എന്ന് പറഞ്ഞ് കവറ് കൈമാറി. വില കൂടിയ ഷൂസാണെന്ന് പറഞ്ഞു. എന്തായാലും ഇത് പൊളിച്ച് ആ കട്ടിലിൻ്റെ മുൻപിൽ അമ്മ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. രാവിലെ അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഈ മകൻ ഷൂസ് കണ്ട് ചാടി എഴുന്നേറ്റ് കാലയിലേക്ക് അത് ഇട്ടതിന് ശേഷം കൃത്യമായി വരച്ചു വെച്ചതുപോലെ യോജിക്കുന്നത് കണ്ടുകൊണ്ട് അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, മമ്മി എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം.
ഇന്ന് രാത്രി വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന കൃപ ലഭിച്ച ദൈവപൈതലേ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണെന്ന ബോധ്യം നമ്മെ ഭരിച്ചാൽ ഈ രാത്രി നിനക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. എത്രത്തോളം ശബ്ദമുയർത്തി യേശു എന്ന് പറയാൻ, അതെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഞാൻ നിങ്ങളെ ഇന്ന് രാത്രിയിൽ അതിനായി പ്രോത്സാഹിപ്പിക്കുകയാണ്. നാസയുടെ കണ്ടുപിടുത്തം പറയാനല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലത്തെ മനോരമയിലെ ഫലിതബിന്ദു പറഞ്ഞ് സദസ്സിനെ ചിരിപ്പിക്കാനല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. വിശ്വസിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ ഏറെടുത്ത് നോക്കിയാൽ ഇതിന് നടുവിലൂടെ ഒരാൾ തേജസ്സോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ മറ്റാരുമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഈ രാത്രി അല്പ മിനിറ്റുകളെ വചനത്തിന് മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കൾ, ഈ വചന ശുശ്രൂഷ കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ രക്ഷകന്റെ ചിത്രം ഒന്ന് ആഴത്തിൽ ഉറയ്ക്കണം. ഇവർ ചോദിക്കുകയാണ്, ഇവൻ ആർ? സ്തോത്രം. ചോദ്യത്തിന് ഉത്തരം 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത് വാക്യം. നമുക്കറിയാം യേശു ക്രിസ്തു ആരാണെന്ന് ആ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിന് ഈ ഭൂമിയിൽ ദൈവം ജനിക്കാൻ അനുവദിച്ച ഒരാളുണ്ട്. മറ്റ് യാതൊരു ദൗത്യത്തിനുമല്ല അദ്ദേഹത്തെ ദൈവം ജനിപ്പിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ആത്മാവിനാൽ ദൈവം നിറച്ചു. അവൻ ഒറ്റ വിഷയത്തിന് വേണ്ടിയാണ് രംഗപ്രവേശനം ചെയ്തത്. ഒരു മിന്നൽ പിണർ പോലെ, ഒരു കൊള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ അതിവേഗം ആത്മിക നഭസിൽ ഉദിച്ചുയർന്ന് ഈ ദൈവഭൃത്യൻ അതിവേഗം ഹെറോദേസിന്റെ കൽപ്പനയിൽ താലത്തിൽ തലയായി യാത്രയായി. ഇദ്ദേഹം ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഒറ്റ ഉദ്ദേശം യേശു ആരാണ് എന്ന് ആ തലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. യേശു ക്രിസ്തു ആരാണ്? അവൻ ഒരു മതസ്ഥാപകനല്ല, അവൻ ഒരു രാഷ്ട്രസ്ഥാപകനല്ല, അവൻ ഒരു തത്വചിന്തകനല്ല, അവൻ കേവലം ഒരു ത്യാഗിയല്ല, അവൻ ഒരു യോഗിയല്ല, അവൻ ഒരു സത്യാന്വേഷിയല്ല. അവൻ ആരാണ് എന്ന് ആ തലമുറയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ദൈവം നിയോഗിച്ചയച്ച യോഹന്നാൻ ആ തലമുറയുടെ ഭാഷയിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 1:29. യേശു ആര്? ഉത്തരം 1. വായിച്ചാട്ടെ. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി പറയട്ടെ, യോഹന്നാൻ പറയുകയാണ്, സക്കറിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ പറയുന്നു, ഇതാരാന്നറിയാമോ? ഇത് സാധാരണക്കാരനല്ല, ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. എൻ്റെ മുൻപിൽ ഇരുന്ന് ദൈവത്തിന് മഹത്വമർപ്പിക്കുന്ന ദൈവമക്കൾ പറയണം, യേശുവിനെ ഈ രാത്രി ഞങ്ങൾ ഈ സമൂഹത്തിന് മുൻപിൽ ഒന്നുകൂടെ ഉയർത്തിക്കാട്ടുകയാണ്. അവൻ സാധാരണക്കാരനല്ല, മനുഷ്യൻ്റെ പാപം ചുമന്നൊഴിക്കാൻ ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടുള്ള രക്ഷകനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഏദന്റെ കവാടത്തിൽ ആദിമ മാതാപിതാക്കൾക്ക് വസ്ത്രം കൊടുക്കാൻ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നോക്കി അവർക്കൊരു പാട്ടുപാടുവാനുണ്ട്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങളുടെ നഗ്നത മാറി. മോറിയായുടെ മുകൾ പരപ്പിൽ ഇസഹാക്കിന് പകരം ബലിയായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിനെ നോക്കി അവർക്കൊരു പാട്ടുപാടുവാനുണ്ട്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഈ തീയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പെസഹായും ചോരത്തളിയും ആചരിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവജനത്തിന് പാട്ടുപാടുവാനുണ്ട്. ഞങ്ങളുടെ പെസഹ കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഈ ഘോരമായ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ കൂടി വന്നിരിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യതയുടെ തങ്കത്തെരുവീതിയിൽ പുനരുത്ഥാന ശരീരത്തോടെ എത്തുമ്പോൾ നമ്മൾ അവിടെ പാടാൻ തുടങ്ങുന്നൊരു പാട്ടുണ്ട്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഭാഷയിലും വംശങ്ങളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ആരാധനയ്ക്ക് യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ അവനെ ആരാധിപ്പാൻ യോഗ്യർ അവന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കളാണ്. ഇന്ന് രാത്രി ഞങ്ങൾ നസ്രയനെ ഉയർത്തിക്കൊണ്ട് പറയുന്നു, ലോകത്തിന്റെ പാവം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നസ്രയനായ യേശു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എത്രയോ കുലപാതകങ്ങൾ രാഷ്ട്രീയമായി നടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ചോരയിൽ കുളിച്ചാണ് മരിച്ചത്. മഹാത്മാഗാന്ധി രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. എബ്രഹാം ലിങ്കൻ രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ബേനസീർ ഭൂട്ടോ രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്.
അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി ചോരയിൽ കുളിച്ചാണ് മരിച്ചത്. ഇവരുടെയൊക്കെ മരണം കൊലപാതക മരണമായിരുന്നു. എന്നാൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവിൻ്റെ മരണം കൊലപാതക മരണമല്ല, ആ മരണം പകരം മരണമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പകരമായി അവൻ മരിച്ചു. ഈ രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ പറയണം, ഇതുപോലെ മരിച്ച ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നസ്രയനായ യേശുവാണ്. കടും ചുവപ്പായ നിന്റെ പാപക്കറകളെ കഴുകിക്കളയാൻ യേശു നിനക്ക് പകരം മരിച്ചു. അറിയാമോ, മദ്രാസിലെ മോനെ വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ നരാധമനെ അറിയാമോ? അവനെ കഴുകിയ യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രി നിന്നെ കഴുകാൻ ശക്തമായി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ പിടിച്ചമർത്തി വെച്ചിരിക്കുന്ന പൈശാചിക ശാപത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയിട്ട് നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കത്തക്ക വിധം മരണത്തെ മുഖാമുഖം കാണുമ്പോഴും സമാധാനം പകരാൻ കഴിവുള്ള ഒരു മരണം ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മരണമാണ്. ഞാൻ നിങ്ങളൊരു കൊച്ചു സംഭവം പറയാം. ചില വർഷങ്ങൾക്ക് പുറകിൽ 1968 ഒരമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഏക പൈതൽ വിനോദ് എന്ന് പേരുള്ള തൻ്റെ പൈതൽ തൻ്റെ കൺമുൻപിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വയസ്സ് 2.5 വയസ്സ്. അമ്മ കണ്ണു വെട്ടി നോക്കിയപ്പോൾ മോനെ കാണാനില്ല. മോനെ വിനോദേ എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തോട്ടിറങ്ങി. അലച്ചുകൂവിയിട്ടും ആളിനെ കാണാനില്ല. സുന്ദരക്കുട്ടനെ കൈവിട്ടുപോയി. അവൾ മാറത്തടിച്ച് നിലവിളിച്ചു. നാട്ടുകാരോടിക്കൂടി അന്വേഷണം ആരംഭിച്ചു. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ദുരന്ത വാർത്ത കാതിലെത്തി. തൻ്റെ പൊന്നോമന കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് 2.5 പവന്റെ മാല കഴുത്തിൽ നിന്ന് മോഷ്ടിച്ച് ഒരു മുളങ്കാട്ടിൽ തള്ളിയിരിക്കുന്നു. അധികം താമസിക്കാതെ കുറ്റവാളിയെ പോലീസ് പിടിച്ചു. നാണു എന്ന ഒരു സഹോദരൻ, ആ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞിനെ മാല മോഷ്ടിക്കാൻ കൊന്നതാണ്. കോടതിയിൽ കേസ് വിസ്താരത്തിലെത്തി. ഒടുവിൽ ഇദ്ദേഹത്തെ തൂക്കിലിടാൻ ഗവൺമെന്റ് കൽപ്പിച്ചു. വിയൂർ ജയിലിൽ മരണത്തെ കാത്ത് ഇദ്ദേഹം കഴിയുകയാണ്. ആ സമയം ഒരു അനുഗ്രഹീതനായ സുവിശേഷകൻ ആ ജയിൽ എൻട്രൻസിലെത്തി. ഒരു ബൈബിൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്തു. ഈ ബൈബിൾ ഇങ്ങോട്ട് വാങ്ങിച്ചതും, പോ, നിന്നെ പോലെ ഒരെണ്ണത്തെ കൺമുൻപിൽ കാണരുത്, സുവിശേഷം വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്ന കച്ചവടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൈബിൾ വലിച്ച് ആ മുറിയുടെ മൂലക്കേക്ക്, ജയിലിന്റെ മൂലക്കേക്ക് ഈ ചെറുപ്പക്കാരൻ എറിഞ്ഞു. ഒരു കോപഭ്രാന്തനായി ഈ ദൈവദാസൻ അടുത്ത റൂമിലേക്ക് പോയി. ഏതോ ആവശ്യത്തിന് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചകത്തോട്ട് കയറുന്ന സമയം കിടക്കുന്ന ബൈബിൾ എടുത്ത് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ചങ്കിൽ ചാട്ടുളി പോലെ ഒരു വാക്യം കുത്തിക്കയറി. എന്താണ് ആ വാക്യം എന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അസാധാരണ മനോഭാര നിമിത്തം ഈ മനുഷ്യൻ തറയിൽ കവിണു വീണു. അനുതാപത്തിന്റെ കടക്കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അലറിക്കരഞ്ഞു. ജയിൽ ചുമതലക്കാരോട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ വന്ന സുവിശേഷകനെ കാണണം. ഞാൻ ഇടയ്ക്കൊരു ദൂത് വിളിച്ചു പറയാം, നിന്റെ കൈ വെച്ചില്ലെങ്കിലും നീ പറയുന്ന വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് മുൻപിൽ വഴിവക്കിലായാലും പുഴവക്കിലായാലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളറയിലേക്ക് ആളിപ്പിടിച്ച് കയറിച്ചെന്ന് പാപബോധം വരുത്തി നിത്യതയ്ക്ക് അർഹമാക്കാൻ കഴിവുള്ള ഒരു ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനമാണ്. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി കരം തട്ടി ഒന്ന് ആരാധിച്ചിട്ട് വിളിച്ചു പറ, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ആ സുവിശേഷകൻ മുൻപിലെത്തിയപ്പോ യേശുവിനെ അദ്ദേഹം വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ് രക്ഷകനായി സ്വീകരിച്ചു. ഇദ്ദേഹം തന്നെ 3 ആവശ്യങ്ങൾ അവിടെ പറഞ്ഞു. 1, വിശ്വാസ സ്നാനം എനിക്ക് സ്വീകരിക്കണം. 2, വിശുദ്ധ മേശയിൽ എനിക്ക് കൈനീട്ടണം. 3, മരണം കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾ അന്ധനായ ഒരാൾക്ക് ദാനം ചെയ്യണം. 3ഉം സാധിച്ചു. ഇനിയും അയാളുടെ മരണ ദിവസത്തെ റിപ്പോർട്ട് ഇതാണ്. അന്ന് രാവിലെ രാത്രിയിൽ തലേരാത്രി ആരും ഉറങ്ങാറില്ല. പക്ഷേ നാണു ഭംഗിയായിട്ട് ഉറങ്ങി.
ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് രാവിലെ 4 മണിക്ക് കുറ്റവാളിയെ ഉണർത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഉണർത്തേണ്ടി വന്നില്ല. കൃത്യസമയത്ത് ഉണർന്നു. പോലീസ് ക്രമീകരണങ്ങളിൽ ഡോക്ടേഴ്സ് ചെക്കപ്പ് കഴിഞ്ഞ് ഇദ്ദേഹം നേരെ പുലമരത്തിൻ്റെ അടുക്കിലേക്ക് നീങ്ങി. പുലമരത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ചുമതലപ്പെട്ടവരോട് പറഞ്ഞു. ഇദ്ദേഹം മുട്ടുകുത്തി 2 കൈകളും ആകാശത്തേക്ക് വിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നസ്രയനായ യേശുവേ, എൻ്റെ കൊടിയ പാപക്കറകളെ അങ്ങയുടെ തിരുനിണത്താൽ കഴുകിയതോർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പാപം കഴുകിയ അങ്ങേ ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ നേരിട്ട് കാണാൻ വരികയാണ്. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും എനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ എൻ്റെ മേൽ നടപടി നടത്താൻ തുടങ്ങുന്ന ജയിൽ ചുമതലക്കാരെയും അനുഗ്രഹിക്കണമേ, ആമേൻ എന്ന് പറഞ്ഞു. നാണുവിൻ്റെ കഴുത്തിൽ കയറ് മുറുകി. സ്തോത്രം. എന്തിന്? ജഡം ചുമതലപ്പെട്ടവർക്ക് അത് അധികൃതർ വിട്ടുകൊടുത്തു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, തൂക്കുകയറിന്റെ മുൻപിൽ പോലും മരണഭയം കൂടാതെ അഭിമുഖീകരിപ്പാൻ കഴിവുള്ള ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ പറയണം, ഈ രക്ഷകൻ സാധാരണക്കാരനല്ല. 2025 ഫെബ്രുവരി മാസത്തിൽ നീ വന്നു വീണിരിക്കുന്ന പാപത്തിന്റെ കടുങ്കട്ടിനെ ഈ രാത്രി ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് അഴിച്ചു മാറ്റി നിന്നെ നിത്യതയ്ക്ക് എത്തിക്കാൻ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. ഈ രക്തം സാധാരണ രക്തമല്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ക്രോമോസോമുകളുടെ സംയുക്ത ഭാവം അതിനകത്തുണ്ട്. എന്നാൽ യേശുവിൻ്റെ രക്തം ഒരു തുള്ളി ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ തെളിയുന്ന പിതൃത്വം ജോസേഫിന്റെ പിതൃത്വമാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴൽ വിരിക്കുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെങ്കിൽ മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനകത്ത് ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവല്ലാതെ മറ്റൊരുത്തരുമില്ലെന്ന് വിളിച്ചു പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തി പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യാത്ര ചോദിക്കട്ടെ, ഈ രാത്രി ഒരു സെക്കൻഡ് എൻ്റെ ശ്രോതാക്കൾ ആ ഗോൽഗോഥ മരണത്തിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് നടണം. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, ഇതുപോലൊരു മരണം ചരിത്രത്തിൽ ആരുടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി അവിടുന്ന് ഗോൽഗോഥയെ സമീപിക്കുകയാണ്. ആ കാൽവറിയിൽ, ആ ക്രാനിയോനിൽ, ആ ഗോൽഗോഥയിൽ എൻ്റെ നാഥൻ എത്തിക്കഴിഞ്ഞു. പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ട് ഷൂസ് ഇട്ട പടയാളികൾ, റോമൻ പടയാളികൾ കൈകാലുകൾ ആണിയിൽ ചവിട്ടിപ്പിടിച്ച് അടിച്ചിറക്കുകയാണ്. കാൽ മാത്രമേ അത് അവിടെ സ്വാതന്ത്ര്യമുള്ളൂ. കയ്യും കാലുമെല്ലാം ചവിട്ടി പിടിച്ചാണ് ആണി അടിച്ചിറക്കുന്നത്. വാ മാത്രം തുറന്നിരിക്കുമ്പോൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന രക്ഷകനെ ഒരു കയറിന്റെ സഹായത്തോടെ ഉയർത്തി ആ പാറ ഇടുക്കില ക്രൂശൊന്ന് ഇടിച്ചിരുത്തുമ്പോ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ എൻ്റെ രക്ഷകൻ കാൽവറിയിൽ തൂങ്ങിക്കിടന്ന് പിടയുന്ന രംഗം എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണണം. ഇത് വായിക്ക് കേൾക്കുന്ന ദൈവപൈതലേ, യേശുവിൻ്റെ രക്തമെന്ന് നീ ഒന്ന് വാ തുറന്ന് പറഞ്ഞാൽ പാതാള ശക്തികൾ വിറയ്ക്കും, നരക കവാടങ്ങൾ തകരും, നിന്റെ മേൽ വ്യാപരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. ഈ രാത്രി ഇതിന് തുല്യം ഒരു ശക്തി ലോക ചരിത്രത്തിലില്ല. അവിടെയാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്, അവിടെയാണ് എനിക്ക് സ്വർഗകവാടം തുറന്നത്, അവിടെയാണ് നരകത്തിന്റെ ബന്ധനം അഴിഞ്ഞത്. ആ ക്രൂശിൽ തൂങ്ങിക്കിടന്ന് പിടയുന്ന സമയം അവിടത്തേക്ക് മനസ്സിലായി, എന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇനിയും നിവർത്തിക്കപ്പെടുവാനുണ്ട്.
അത് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന പ്രവചനമാണ്. അത് നിവർത്തിക്കപ്പെടേണ്ടതിന് അവസാനമായി യേശു ശബ്ദിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ക്രൂശിക്കപ്പെടുന്ന ആളുകൾ മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ്, സാധാരണ ചോര ചിന്തിയല്ല. രണ്ട് കൈകളുടെ മണിബന്ധത്തോടനുബന്ധിച്ചുള്ള ഭാഗത്ത് ആണിയിൽ ശരീരഭാരം തൂങ്ങിക്കിടന്നാൽ കാലുകൾ മുൻപോട്ട് വളഞ്ഞുകുത്തിപ്പോകും. അങ്ങനെ വളഞ്ഞുകുത്തിപ്പോയാൽ രണ്ട് കൈകളുടെ ദൃഢഗ്രന്ഥികൾ, ഹൃദയത്തിലെ മാംസപേശികൾ പ്രബലപ്പെട്ട് ലങ്സിൽ ഉറയ്ക്കും. ഉറച്ചാൽ പിടയ്ക്കും ശ്വാസത്തിനായി. പിന്നെ എവിടെങ്കിലും ചവിട്ടിയൊന്ന് പൊങ്ങണം, അല്പം ശ്വാസമെടുക്കാൻ. കാലിലെ മുറിവിലേക്ക് ശരീരഭാരം ഏൽപ്പിച്ച് പിടച്ചു 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 പൊങ്ങിയിട്ട് അവിടുന്ന് വിളിച്ചു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ ഒരുത്തരൊരു സ്പോങ് പൊളിച്ച വീഞ്ഞ് നിറച്ചോടത്തണ്ടിന്മേലാക്കി കുടിപ്പാൻ കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞായിരുന്നു ഇത്. എന്തായി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച വീഞ്ഞുമായി മൂരിൽ ചേർത്ത് തയ്യാറാക്കിയാൽ ലോക്കൽ അനസ്തേഷ്യയാണ്. അത് കുടിക്കുന്നയാൾ കുടിച്ചാൽ ഉടൻ മയങ്ങും. യേശു വേദനയറിയാതെ മയങ്ങി മരിക്കാനുള്ള മയക്കുമരുന്ന് കൊടുക്കുകയായിരുന്നു. പക്ഷെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കാൻ എൻ്റെ യേശു മയങ്ങാൻ ആഗ്രഹിക്കാതെ ബോധപൂർവം വേണ്ട എന്ന് വെച്ചിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി, നിവർത്തിയായി. മരണത്തിന് മുൻപിൽ അവൻ പറയുകയാണ്, വെളിച്ചെണ്ണ വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളി നേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വെടിവഴിപാട് വേണ്ട, ഒന്നും വേണ്ട. നിറയുന്ന കണ്ണുകളോടും ശൂന്യതയുടെ കൈകളോടും ഈ ഗ്രൗണ്ടിൽ നിന്ന് കണ്ണുകൾ യേശുവിലേക്ക് ഉയർത്തിയാൽ നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന കൊടിയ മരണത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചുമാറ്റി നിനക്ക് നിത്യത തരാൻ, നിനക്ക് പകരം മരിച്ച ഒരുവൻ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. അവൻ അത് നിവർത്തിയാക്കി. നിങ്ങളിൽ ഈ ശ്രദ്ധിക്കുക, ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ച് മരിച്ചു മൺമറഞ്ഞിട്ടുള്ള സകലരുടെയും വേദാന്തങ്ങളെ വിരൽ ചൂണ്ടി ചോദിക്കുന്നു, ഇതുപോലൊരു മരണം ചരിത്രത്തിലുണ്ടോ? ആ വായിൽ നിന്ന് ഈ ശബ്ദം പുറത്തു വന്നപ്പോൾ ആലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയായി രണ്ടായി കീറിമാറി, ഭൂമി കുലുങ്ങി. ഈ മുൻപിൽ ചുണ്ടിത്തരം കാട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ഭൂമി കുലുക്കം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭൂഗർഭ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ ഉരസുമ്പോൾ ഇടയിൽ ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ മാൻറ്റിൽ എന്നറിയപ്പെടുന്ന ഈ ഭൂഗർഭത്തിലെ ഭാഗത്തിന് മുകളിലുള്ള പ്ലേറ്റുകളുടെ ഉരമ്പലാണ്, അത് ഉരസലാണ് ഭൂകമ്പം. വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദം ഭൂഗർഭം വരെ ഇറങ്ങിച്ചെന്ന് പ്രകമ്പനം സൃഷ്ടിച്ച ഒരു മരണം ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പൈശാചിക ശക്തികളുടെ ഹെഡ് ഓഫീസ് തകർത്ത എൻ്റെ യേശുവിൻ്റെ മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ വിളിച്ചു പറയണം, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അവന് തുല്യം ഒരുവനെയും ചരിത്രം കണ്ടിട്ടില്ല. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ പറ്റുമോ? ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എത്ര പേര് ഇവിടെ സ്തോത്രം പറയുന്നെന്നോ എത്ര പേരുടെ ഔദാര്യം ഉയർത്തിയെന്നോ അല്ല എൻ്റെ വിഷയം. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സകല ദൈവമക്കളെ കരമുയർത്തി പറയണം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. ഒരിക്കലും വിജയിക്കാൻ ഇടയാകുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ഭാവിയെ ബന്ധിച്ച് നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതെയാക്കി ചില പരമ്പരാഗത ശാപങ്ങൾ നിന്റെ തലമുറയിൽ വരുത്തി അസാധാരണ ചില മാരക വിപത്തുകളെ നിന്റെ കുടുംബത്തിൽ വിതറി നിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ ബന്ധിച്ച് നിന്റെ ചിറക് വിരിച്ച് പറക്കേണ്ട സ്ഥാനത്ത് നിന്റെ ചിറകിനെ അരിഞ്ഞു കളഞ്ഞ് വാദിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ ഈ വചനത്തിന്റെ വ്യാപാര ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരത്താൽ ആ കെട്ടുകൾ അഴിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ആന്തരിക അവയവങ്ങളുടെ മേഖലകളുടെ മേൽ സാത്താൻ ഇട്ടിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഈ രാത്രി വചന
വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് മുൻപിൽ അഴിഞ്ഞു മാറുകയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഏറ്റവും പുറകിലിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുതൽ കൊടുങ്കാറ്റ് പോലെ നിന്റെ കുടുംബത്തിനെതിരെ പണമുയർത്തി ഇന്ന് രാത്രിയും വാദിക്കുന്ന ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കരം അഴിച്ചു മാറ്റുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു ദൈവാരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാത്രി യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. പരിശുദ്ധാത്മാവിൽ രാത്രി അഭിഷേകം പ്രാപിച്ച അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, മഹാദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി നീ കരം ഉയർത്തി കയറി ചെല്ലുകയാണ്. നിന്റെ പുറകിൽ നിൽക്കുന്നത് സാധാരണക്കാരല്ല. ഒറ്റ രക്ഷാത്തി കൊണ്ട് 1,85,000 വെട്ടി വീഴ്ത്തിയ ദൂതനെ പോലെയുള്ള ദൈവത്തിന്റെ കാവൽ മാലാഖമാർ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് അകമ്പടി സേവിച്ച് ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ ദൂത സഞ്ചയങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. തിരിച്ചറിയുക, അവൻ സാധാരണക്കാരനല്ല. അവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രണ്ടാമത്തെ പരിചയപ്പെടുത്തൽ ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 3:15 വാക്യം. ലൂക്കോസ് 3:15 വായിച്ചാൽ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും. ലൂക്കോസ് 3:15. ലൂക്കോസ് 3:15. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സഹോദരിമാരാണ് ഇരിക്കുന്നത്. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഒന്നും അധികം വരികയില്ല. സുവിശേഷത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ മാറ്റിയാൽ എന്തോ അധികം വരും? കുറെ വിശേഷം അധികം വരും. ഇന്ന് രാത്രി ഈ യോഗം സംഘടിപ്പിച്ചതും ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷം, ഈ ശബ്ദം ഉയർത്തി പ്രസംഗിക്കുന്നതുമെല്ലാം വിശേഷം പറയാനല്ല, സുവിശേഷം പറയാനാ. അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, കണ്ണ് തുറന്ന് അവനെ ഒന്ന് കാണണം. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞേ ഈ ഗ്രൗണ്ട് വിട്ട് മടങ്ങിപ്പോകാവൂ. ജനം കാത്തു നിൽക്കുകയാണ്. അവൻ ആരെന്ന് ചോദിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞു. വായിച്ചാണ് ദിവസം. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരുടെയും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. യോഹന്നാൻ പറയാണ്, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നയാളാണ്. ഞാൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്. എന്നാൽ വായിച്ചാട്ടെ, എന്റെ പിന്നാലെ എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത രീതിയിൽ തീയിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ ശബ്ദമുയർത്തി, ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ശക്തിയോടെ. ആരാ യേശു? ഒന്ന്, നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവനാണ് യേശു. രണ്ട്, ഈ നിൽക്കുന്നത് ആരെന്നറിയാമോ? അടിമയുടമ സമ്പ്രദായം നിലവിലിരിക്കുന്ന കാലത്ത് ഉടമയുടെ കാലിലെ ചെരുപ്പ് കെട്ടിമുറുക്കുകയും ചെരുപ്പ് അഴിച്ചു മാറ്റുകയും ചെയ്യേണ്ട ഡ്യൂട്ടി അടിമയുടെ ഡ്യൂട്ടിയാണ്. ഉടമ എങ്ങോട്ടേലും പോകാൻ വീടിൻ്റെ വാതിക്കൽ നിൽക്കുമ്പോൾ അടിമ പുറകിൽ കൂടെ ചെന്ന് മുട്ടുകുത്തി നിന്ന് ഉടമയുടെ കാലിലെ ചെരുപ്പ് കെട്ടിമുറുക്കി കൊടുക്കും. ഈ നിൽക്കുന്നത് ആരെന്നറിയാമോ? ഇവൻ അടിമ ജോലി ചെയ്യാൻ പോലും ഞാൻ യോഗ്യനല്ല, അത്ര വലിയവനാണിവൻ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇവന്റെ കൈകളിൽ വീശുമുറമുണ്ട്. ചിത്രീകരണ ഭാഷയാണ്. നിങ്ങളെ കണ്ടത്തിലേക്ക്, വയലിലേക്ക് ക്ഷണിക്കുകയാണ്. വയലിൽ കതിരിൽ പതിരും മണിയും നിൽപ്പുണ്ട്. ഞാൻ സദസ്സിനോട് ചോദിക്കുന്നു, മണിക്കാണോ തലക്കനം കൂടുതൽ, പതിരിനാണോ തലക്കനം കൂടുതൽ? തല ഒക്കിപ്പിടിച്ച് നിൽക്കുന്നത് പതിരാ മണിയെക്കാട്ടിൽ. പക്ഷെ വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ പാല് മുറ്റി മണിയാകേണ്ട സ്ഥാനത്ത് പാല് ചോർന്ന് മണിയുടെ പുറന്തൂടല്ലാതെ അകത്തൊരു കഥയുമില്ലാതെ ഇപ്പോൾ അഭിനയം നടത്തിക്കൊണ്ട് മണിയുടെ കൂട്ടത്തിൽ ഈ പതിരും തലയും പൊക്കിപ്പിടിച്ച് അമ്പടാ ഞാനേ എന്നുള്ള ഭാവത്തിൽ നിൽക്കുക.
സ്തോത്രം. ഇരിക്കുന്നത് അടുത്തടുത്ത കസേരയില, ഇട്ടിരിക്കുന്ന ഒരേ ജൂബായ, സ്തോത്രം. പക്ഷെ ഒന്ന് പതിര, മറ്റൊന്ന് മണിയാ. ഒന്നിനും അകത്ത് കാമ്പും സത്തും ഇല്ലാത്ത പതിര് പഴയ ജൂബായിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇപ്പുറത്ത് മണി തല താഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ ഈ കളിപ്പീരൊക്കെ നടക്കും. എന്നാൽ അധികം താമസിക്കാതെ കയ്യിൽ വീശുമുറമെടുത്ത് തനിനിറം തെളിയിക്കാൻ വരുന്നൊരു ജഡ്ജിയുണ്ട്. അത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നസറേനായ യേശുവാണ്. നാളെ വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ സുപ്രീം ജഡ്ജിയാണ് ഈ നിൽക്കുന്ന നസറേനായ യേശു. ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, മനുഷ്യവർഗത്തിന്റെ പാപം ചുമക്കുന്ന രക്ഷകൻ മാത്രമല്ല, മനുഷ്യന്റെ പാപത്തിന് കണക്ക് തീർക്കാൻ വരുന്ന അന്തിമ ന്യായാധിപൻ കൂടെയാണ് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. ഞാൻ ഈ രാത്രി വചനങ്ങൾക്ക് ദൈവമക്കൾ പറയട്ടെ, അന്ത്യന്യായവിധിയുടെ ജഡ്ജി ആരാണ്? നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടുന്നെങ്ങും പോകുകയല്ലെന്ന മട്ടിലാ ഇരിപ്പ്, അല്ലേ? ഒരിക്കൽ ഒരു വല്യപ്പച്ചന് കൊച്ചുമോൾ കൊണ്ട് വെള്ളം കൊടുത്തു. വാങ്ങിച്ചു കുടിച്ച അപ്പച്ചനങ്ങ് കരഞ്ഞു. എടി മോളെ, നിന്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് ആദ്യം വെള്ളം തന്ന അവള് പോയി, അതിനുശേഷം അവിടെ മോൾ എനിക്ക് വെള്ളം തന്ന അവളും പോയി. ഇപ്പൊ കൊച്ചുമോള് നീ എനിക്ക് വെള്ളം തരിക മക്കളെ, നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ ഉള്ളവൻ ആരാ വെള്ളം തരുന്നത് എന്നോർത്ത് ഈ അപ്പൂപ്പനങ്ങ് കരഞ്ഞു പോയതാ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എത്ര നാളുണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്? ദൈവത്തിന് സ്തോത്രം. ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാഗതി എന്ന് പറഞ്ഞാൽ മനസ്സ് ചാഞ്ചല്യം നിറഞ്ഞത്, പണം പറന്നു പോകുന്നത്, യമന് അഥവാ കാലന് കരുണയെന്നൊന്നില്ല. മരണം ഏത് സമയത്തും അടുക്കലെത്തും. എത്രയും വേഗം മോക്ഷത്തിന് വേണ്ടി ധർമ്മം ചെയ്ത് മോക്ഷത്തിനായി ഒരുങ്ങിക്കൊള്ളുക. ഇതൊരു സംസ്കൃത ശ്ലോകമാണെങ്കിൽ എൻ്റെ ആയുസിൻ്റെ അന്ത്യം എത്തും മുൻപ് നിത്യത എനിക്ക് സ്വന്തമാകണം എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയണം, ആ ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്ന മറ്റാരുമല്ല, ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ സുപ്രീം ജഡ്ജി ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, പാറിപ്പൊതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അന്തിമ വിധി ദിനം ഞാൻ കൈവിടപ്പെടില്ല. എൻ്റെ ആശ്രയം എൻ്റെ രക്ഷകന്റെ മാർവിലാണ് എന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ ഈ രാത്രി ശബ്ദം ഉയർത്തി പറയണം, അന്ന് വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ ജഡ്ജി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര തിരുവിൽ. പിന്നെയെങ്കിൽ ഒട്ടും സംശയം വേണ്ട, നീയും ആ വഴിയെ പോയേ പറ്റൂ. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെ ചിലവഴിക്കും എന്ന് ചോദിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ കഴുകിയെടുത്ത് നിത്യതയ്ക്ക് അർഹനാക്കാൻ കഴിവുള്ള ഒരു ജഡ്ജിയെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ യേശു സാധാരണക്കാരനല്ല, വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ ജഡ്ജിയാണ് ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശു. ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ഞാൻ ഇനി അല്പം ഒരു കോടതി ഭാഷയിൽ ചോദിക്കുകയാണ്. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം. ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ ഇന്ത്യയിൽ ദയാഹർജി കൊടുക്കാം. അതും കൂടെ തള്ളി ആളിനെ തൂക്കിലിടാൻ വിധിച്ചെന്നിരിക്കട്ടെ. വിധി നടപ്പിലാകുന്നതിൻ്റെ തലേ രാത്രിയിൽ ഒരു പോലീസുകാരൻ ഈ സെല്ലിലോട്ടൊന്ന് എത്തി നോക്കി. ആള് ചത്ത് കിടക്കുകയാണെന്ന് തോന്നി. അകത്ത് കയറി നാടി പിടിച്ച് നോക്കിയപ്പം ആള് പോയി. അങ്ങനായാൽ എങ്ങനാകും വിധി? മനസ്സിലായില്ലേ? സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റ് അടുക്കൽ ദയാഹർജി കൊടുത്തു. അവിടെയും വിധി തള്ളി. ആളിനെ തൂക്കിലിടാൻ വിധിച്ചു. വിധി നടക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായ അസാധുവാകും. എന്നാൽ
യേശു എന്ന ഞാൻ പ്രസംഗിക്കുന്ന ജഡ്ജിയുടെ സിംഹാസനം വെളിപ്പെടും മുൻപ് ഏത് പ്രതി എങ്ങനെ മരിച്ചാലും എൻ്റെ കൂടപ്പിറപ്പെ മരണം കൊണ്ട് വിധി മാറ്റി വെക്കാതെ, കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചത്താലും, കെട്ടി തൂങ്ങി ചത്താലും, ചത്ത് കിടക്കുന്നവനെ പുനരുത്ഥാനം എന്ന പ്രക്രിയയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജിയെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ഇവൻ ആരാ? ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. ഇനിയും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്, എന്നാൽ ഇദ്ദേഹം നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നതാണ്. പരിശുദ്ധാത്മാവിലാണ് ഈ സ്നാനം നടക്കാൻ തുടങ്ങുന്നത്. ആത്മസ്നാനം കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അറിയത്തക്ക വിധം നിന്റെ ശരീരത്തെ നിറയ്ക്കാൻ കഴിവുള്ള ആത്മവ്യാപാരമാണ് ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തി എന്നെ നിറയ്ക്കണമേ കർത്താവേ എന്നൊന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇടം വലം ഇരിക്കുന്നവരെ മറന്ന കരങ്ങളൊന്ന് ഉയർത്തി ഒരു നിമിഷം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എല്ലാ ദൈവമക്കളുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപ്രവൃത്തി നടക്കും. നിന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ചില രോഗത്തിൻ്റെ കെട്ടുകൾ അത് എത്ര പ്രബലമാണെങ്കിലും അതിന്ന് രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു മിനിറ്റ് കരമൊന്ന് അടിച്ച് ശബ്ദമുയർത്തി എല്ലാ ദൈവമക്കളുടെയും നാവിൽ ഈ രാത്രി ശബ്ദമുയർത്തി ആരാധന ഉയരട്ടെ. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടി തുടങ്ങട്ടെ. നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, നിന്റെ മാംസക്കണ്ണുകൾ കളന്നു കുറിക്കാൻ കഴിയാത്ത ഒരദൃശ്യ ശക്തി ഇതിൻ്റെ പുറകിൽ നിന്ന് നിന്റെ നന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ, അവൻ്റെ വചനത്തിൻ്റെ ആത്മാവ് ഇവിടെ വ്യാപരിക്കുമ്പോൾ, ചിലരെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ ഈ ഗ്രൗണ്ടിൽ നിറച്ച് നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അറിയത്തക്ക വിധം നിന്നെ ഒരു വലിയ ആത്മവ്യാപാരത്തിലേക്ക് ഈ ഗ്രൗണ്ടിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടണം. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരാണ് ദൈവമക്കൾ. നമുക്കറിയാം, അത് അസ്ഥികളെ തുളച്ചു കയറി ഉൾചിത്രമെടുക്കുന്ന എക്സ്റേ റേസുകൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രക്തത്താൽ ജയം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത നിലയിൽ ഈ ഗ്രൗണ്ടിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവിടെ ഈ രാത്രി ചുറ്റി ചുഴന്ന് നിൽക്കുകയാണ്. ചില കുടുംബങ്ങളെ ആഴത്തിൽ ഭരിക്കുന്ന ചില ബന്ധനങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യാപാരത്താൽ സ്വർഗം എടുത്തു മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. രക്തത്താൽ ജയം. ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും നിങ്ങളുടെ നാവിൽ ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് രാത്രി ഉയരണം. നിന്റെ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ യേശുവിൻ്റെ കരത്താൽ ഇന്ന് രാത്രി നിറയപ്പെടുന്ന രാത്രിയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ നിന്റെ കണ്ണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവാത്മാവ്, നിന്റെ കാതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവാത്മാവ്, നിന്റെ ത്വക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവാത്മാവ്, നിന്റെ ഭാഷയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടത്തും വലത്തും ഇരിക്കുന്നവർ ഏതൊക്കെ വിധത്തിൽ പ്രതികരിച്ചാലും അന്യഭാഷയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, അത് മുൾപ്പടർപ്പിനെ മൂടിയ ദൈവത്തിന്റെ തേജസ്, ആ മേഘം പോലെ കത്തി ജ്വലിക്കുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമൈതലേ, കൊതിയോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കകത്ത് ആധിപത്യം പുലർത്തുന്ന ചിലതിനെ അഴിച്ചു മാറ്റി നിന്റെ ശരീരത്തിന്മേൽ അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനത്തിന്റെ പ്രചരണം അയക്കാൻ യേശുവിന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവ് ചില വ്യക്തികളെ ഈ രാത്രിയിൽ തൊടാൻ തുടങ്ങുകയാണ്. ഗ്ലോറി, രക്തത്താൽ ജയം. നാളെ നടത്താൻ
നിന്റെ കുടുംബത്തിന് നേരെ സാത്താൻ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി അഴിക്കാനുള്ള അധികാരമാണ് പ്രാർത്ഥിക്കുന്ന നിന്റെ ശരീരത്തിന് ദൈവത്തിന് ആത്മാവ് പകരുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ഞാൻ പറയാം, ഈ ഗ്രൗണ്ടിൽ സാധാരണ ഗ്രൗണ്ടല്ല. ഇന്ന് രാത്രിയിൽ ഒരു വലിയ തിരിച്ചറിവിലേക്ക് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് നടത്തുകയാണ്. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, ആരാധന ഈ പ്രതലത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളെ കർത്താവ് തിരിച്ചറിവിലേക്ക് നടത്തുകയാണ്. ഏതൻ പൂങ്കാവനത്തിൽ നുഴഞ്ഞു കയറി ഹൗവയുടെ പുറകിൽ നിന്ന് ബന്ധിക്കാൻ ശ്രമിക്കുന്ന പാമ്പിന്റെ പുറകിൽ നിൽക്കുന്നത് പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ ചതിവ് സംഭവിക്കുകയില്ലായിരുന്നു. രക്തത്താൽ ജയം. ദാവീദിന് ജനത്തെ എണ്ണാൻ പ്രേരണ കൊടുക്കുന്ന ശക്തി പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ തകർച്ച സംഭവിക്കുകയില്ലായിരുന്നു. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദയെ പ്രേരിപ്പിക്കുന്ന ശക്തി പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അത് ഒരു മുഴുവൻ കയറിൽ തീരുകയില്ലായിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ കുടുംബത്തിന്റെ പുറകിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലകളിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ചിലതിന്റെ കാരണം അതിന്റെ പുറകിൽ വാദിക്കുന്ന ദുഷ്ടശക്തിയാണ്. എന്നാൽ അതിനെ അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി യോഗമാശീർവാദം പറയും മുൻപ് നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അറിയത്തക്ക വിധം നിന്റെ മേൽ ആത്മവ്യാപാരം പകരാൻ യേശു എന്ന സ്നാപകൻ ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കും, പെന്തക്കോസ്ത് സമൂഹത്തിന്റെ പ്രാരംഭ കാലഘട്ടം. കെ എബ്രഹാം എന്ന കർത്തൃദാസൻ ഒരു സ്കൂളിൽ അധ്യാപകനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സി മനശ്ശെ എന്ന ദൈവവൃത്യന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. പ്രാർത്ഥന തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകവുമായി വന്ന് ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് മനശ്ശെ എന്ന പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ദൈവശക്തിയുടെ കനത്ത വ്യാപാരം ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു. ഞാൻ പറയാം, കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ഒലിവെണ്ണയും കൂടെ കാച്ചി കുറുക്കിയാൽ എണ്ണയുടെ മയമേ കിട്ടൂ. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ആത്മാവിന്റെ നിറവ് പകരാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ ഈ രാത്രി പ്രസംഗിക്കുന്ന യേശു. എന്തിന്? അദ്ദേഹം അന്യഭാഷയിൽ സംസാരിച്ചു. താൻ തിരിച്ച് പഴയ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഉയർന്ന ആരാധനയിൽ ശരീരം ഒന്ന് ചലിച്ചുപോയി. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇഷ്ടമാ, പക്ഷേ സാറിൻ്റെ ഈ പിത്തലാട്ടം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. പരിഹസിച്ചു. പോയില്ല. പിറ്റേ ആഴ്ച പ്രാർത്ഥനയ്ക്ക് മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കേട്ടു ഒരു വാർത്ത, തൻ്റെ സ്നേഹിതന്റെ ഭാര്യ റാഹേലമ്മയെ കരിമൂർഖൻ കടിച്ചു. ആ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോൾ മരണത്തോടെ സഹോദരി അടുക്കുകയാണ്. ആ ശരീരം മരണത്തോട് അടുക്കുന്നു. കണ്ണുകൾ പാതി അടഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പുറകിലിരുന്ന് അലറിക്കരയുകയാണ്. നാട്ടുകാരെല്ലാം ചുറ്റും കൂടി നിൽപ്പുണ്ട്. വിഷകാരി കൈയൊഴിഞ്ഞ രംഗമാണ്. ഈ പ്രത്യേക സമയത്ത് നാട്ടുകാർ പറഞ്ഞു, സാറേ പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട, ഭൂതമാണെങ്കിൽ പോയേനേം, ഇത് കരിമൂർഖൻ. എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ടു. ഉണ്ണുണ്ണി, സി മനശ്ശയുടെ വീട്ടിലെ മുറിക്കകത്ത് നിന്റെ മേൽ പകർന്ന ആത്മവ്യാപാരം ഈ സാധു സ്ത്രീയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ ബന്ധിക്കാൻ ശക്തിയുള്ളതാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ഈ മക്കൾ പറയാം, ആരൊക്കെ പരിഹസിച്ചാലും ആത്മാവിൽ പോരാടാൻ നിന്റെ അധരം വിട്ടുകൊടുത്താൽ നിനക്കെതിരെ പണം ഉയർത്തി നിൽക്കുന്ന ദുഷ്ടശക്തികളെ ബന്ധിക്കാൻ ഈ യേശുവിന്റെ ആത്മവ്യാപാരത്തിന് ശക്തിയുണ്ട്. എന്തിന്? സ്തോത്രം. ആ കൊത്തിയ പാടുള്ള കൈയെടുത്ത് കൈയിലോട്ട് പിടിച്ച് അന്യഭാഷയിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ദൈവശക്തിയുടെ വ്യാപാരം ഈ ശരീരത്തിലേക്ക് വ്യാപരിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആ ദൈവദാസൻ വിളിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ അധരങ്ങളിൽ വ്യാപരിക്കുന്ന അന്യഭാഷ കൊണ്ട് റാഹേലമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ എന്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു. രാത്രി ഈ യോഗം ഒരു സാധാരണ യോഗമല്ല. ചില കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ വചന
കണ്ണുകളെ യേശുവിൻ്റെ കരം ശാസിച്ച് പുത്തൻ അധ്യായം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കർത്തൃസ്ഥലം എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം നിങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം. എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഒന്ന് ഉയർത്തിപ്പിടിക്കണം. ശബ്ദം ഉയരട്ടെ, യേശുവേ എന്ന് ലജ്ജ കൂടാതെ ശബ്ദം ഉയരട്ടെ. വേഗം എഴുന്നേറ്റ് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് ഒന്ന് ശബ്ദം ഉയർത്തി പറയാൻ പറ്റുമോ? ശബ്ദം ഉയരട്ടെ. യേശുവേ, വാ തുറന്നാട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്നു പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ വിഷയങ്ങളെ ആഴത്തിൽ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. നീ വീട്ടിലെത്തി കതകടച്ച് കയറുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തിൻ്റെ അധ്യായത്തെ മാറ്റാൻ കഴിവുള്ള നസറേയനായ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുകയാണ്. എത്രത്തോളം കരമുയർത്താമോ അത്രത്തോളം കരമുയർത്തി, എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി. ഈ രാത്രി യേശുവേ എന്ന് ഇന്ന് രാത്രി വാ തുറന്ന് വിളിച്ചു പറയുക. ഈ രാത്രി പറയട്ടെ, നസ്രായന്റെ കരം നിന്നെ തൊടുകയാണ്. അനുഭവിക്കുന്ന ഭാരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാതെ ഉള്ളു നീറുന്ന ജീവിതത്തിന്റെ ചോദ്യങ്ങൾ, കഷ്ടവും സങ്കടവും അനുഭവിച്ച് എൻ്റെ ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിനെന്ന് ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കുന്ന ചില വ്യക്തികളുടെ നെടുവീർപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി കർത്താവിന്റെ കരം ഇറങ്ങി വന്ന് അസാധാരണമായ ആത്മവ്യാപാരത്താൽ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഏലിയാവ് ചൂരച്ചെടി തണലിൽ മരണം കൊതിച്ചതുപോലെ പലപ്പോഴും ജീവിതത്തിന്റെ പ്രതീക്ഷകളുടെ താളം തകർന്ന് എനിക്കിനിയും മുൻപോട്ടുള്ള വഴികളില്ല, എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറയത്തക്ക വിധം വാദിക്കുന്ന ചില പൈശാചിക അടിച്ചമർത്തലുകൾ ഇന്ന് രാത്രി ചില ഹൃദയങ്ങളുടെ മേൽ സൂയിസൈഡ് മെന്റാലിറ്റി പോലും ഉയർത്തത്തക്ക വിധം വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം യേശുവിന്റെ കരം അടുത്തു വന്ന് നിന്റെ കടുങ്കട്ടഴിച്ച് നിന്റെ കുരുക്കിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കാൻ ആ കരം ബലത്തോടെ ചലിക്കുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് യേശു ആര്? ഉത്തരം ഒന്ന്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആര്? ഉത്തരം രണ്ട്, ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജി. യേശു ആര്? ഉത്തരം മൂന്ന്, പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നിന്നെ സ്നാനമേൽപ്പിക്കുന്ന സ്നാപകൻ. പൊട്ടിത്തകർന്ന ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ മറ്റൊരാളിനോടും പങ്കുവെക്കാൻ കഴിയാത്ത ആഴമായ വേദന ഹൃദയത്തിൽ തിളയ്ക്കുമ്പോൾ നിന്റെ ഭാരമറിഞ്ഞ് നിന്നെ മാറോട് ചേർക്കാൻ കഴിവുള്ള യേശുവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. പാസ്റ്ററെ, ഈ ദൂത് എനിക്കുള്ള ആലോചനയാ. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ ആ വലത് കരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്ക് രാത്രി പ്രാർത്ഥന വേണം. എൻ്റെ ബലഹീനമായ കരങ്ങൾ ഞാൻ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിന്റെ ഏറ്റവും പുറകു മുതൽ നിഷ്കളങ്കമായ വേദനയോടെ ദൈവസന്നിധിയിൽ ഉയർത്തിയ ഈ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഉയർത്തിപ്പിടിക്കുന്നു. അവൻ ഈ രാത്രി നിങ്ങൾക്ക് വിടുതൽ പകരും. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. അവരുടെ ചോദ്യങ്ങളുടെ മേൽ വ്യക്തമായ അടയാളത്തോടു കൂടിയ ഉത്തരം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ കരങ്ങളുടെ ചോദ്യങ്ങൾ ഇന്ന് രാത്രി ഉത്തരമായി മാറട്ടെ. കർത്താവ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.